പ്രിയമുള്ളവരെ, ഇന്നലെ ദേവർകുളവുമായിട്ട് എൻ്റെ ഗ്രാമത്തിൽ മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ 16-ാം വാർഡിൽ ഇത് ആദ്യം 2 വാർഡിലായിട്ട് സ്ഥിതി കൊള്ളുന്ന ഒരു കുളമായിരുന്നു. 13-ാം വാർഡ്, അന്ന് 13-ാം വാർഡും 14-ാം വാർഡും കൂടി ചേർന്നിട്ടായിരുന്നു. ഇന്ന് ആ 13-ാം വാർഡ് വേറായി 16-ാം വാർഡിൽ മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു കുളമായിട്ടാണ് ഞങ്ങളുടെ നാട്ടിലെ, ഞങ്ങളെ ഈ ഗ്രാമത്തിൻ്റെ ഒരു ഐശ്വര്യം കൂടിയാണ് ഈ കുളം. ഇപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് തൊട്ടുവേക്കിൽ കാണാനുണ്ട്. ധാരാളം കുട്ടികളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി ഫാമിലി സഹിതം കുടുംബസമേതം ഇവിടെ ഫോട്ടോ പോസും മറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾ ആഘോഷത്തോടെ കാണുന്നൊരു കുളമാണ്. അപ്പോൾ ഈ കുളം പരിസരമൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് വൃത്തിശൂന്യമായിട്ട്, അത് ഇവിടെ വരുന്ന കുളിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും വരുന്ന ആളുകൾ സോപ്പിൻ്റെ കവർ മറ്റു വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇവിടെ ഉപേക്ഷിക്കുന്ന ആ വിഷയം കാരണത്താൽ ഈ കുളം നശിച്ചു പോകാനൊരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആളുകളുടെ ഉപദേശപ്രകാരം ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ CP ജുബൈരിയുടെ നേതൃത്വത്തിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വേസ്റ്റുകൾ നിക്ഷേപിക്കാനുള്ള ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ടൊക്കെ മെമ്പർക്ക് ചിലത് പറയാനുണ്ട്, ചില നിർദ്ദേശങ്ങളുണ്ട്. ദേവർകുളത്തിൽ എല്ലാവരും സ്വാഗതം ചെയ്യണം. ഞങ്ങൾ എല്ലാവർക്കും വന്ന് കുളിക്കാനും ആസ്വദിക്കാനും കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാനും ഒക്കെയുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. പക്ഷേ ഈ കുളത്തെ നശിപ്പിക്കാതെ കാത്തു സൂക്ഷിക്കുക. ഇവിടേക്ക് വരുന്ന ആളുകൾ ഓരോരുത്തരും മനസ്സിലാക്കുക, ഈ കുളം നമ്മളത് ഓരോരുത്തരുതാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലായിരിക്കണം നിങ്ങളുടെ പ്രവർത്തനം എന്നും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇനി മെമ്പർക്ക് എന്ത് പറയാനുണ്ട്, നാട്ടുകാർക്ക് എന്ത് പറയാനുണ്ട് എന്നുള്ള കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ജനങ്ങളോട് പറയാൻ, നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച ഒരു കുളമാണ് ദേവർകുളം. വർഷങ്ങളായി, കാലങ്ങളായി കാരണവന്മാർ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്ന ഒരു കുളം കൂടിയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ വൃത്തിഹീനമായ രീതിയിലാണ് ദേവർകുളം പരിസരവും നമ്മൾ കാണപ്പെടുന്നത്. അത് വളരെയധികം ഖേദമുണ്ട്. കാരണം ആളുകൾക്ക് കുളിക്കാനും ഉപയോഗത്തിനും വേണ്ടി മാത്രമാണ് നമ്മൾ ഈ കുളം പഞ്ചായത്ത് വിട്ടു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിൻ്റെ അധീനതയുള്ള ഒരു കുളമായതുകൊണ്ട് തന്നെ ഇതിൽ പലപ്പോഴും ആളുകൾ കുളിച്ച് സോപ്പും കവറുകൾ അതുപോലെ തന്നെ മറ്റു വേസ്റ്റുകളൊക്കെ തന്നെ കുളങ്ങളിൽ നിക്ഷേപിക്കുന്നുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടത് കാരണം നമ്മുടെ പിഞ്ചോമനകളും അതുപോലെ തന്നെ വാർഡിലെ കുറച്ച് ആളുകളും ചേർന്നാണ് ഇപ്രാവശ്യം അത് വളരെയധികം ശുചീകരണം ചെയ്ത് വൃത്തിയാക്കിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഒരു വേസ്റ്റ് ബിൻ സ്ഥാപിക്കാമെന്ന് ഏറ്റെടുത്തിരുന്നു. അത് ഇപ്പോൾ നമ്മളിവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഒട്ടനവധി ആളുകൾ അതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ ഇന്റർലോക്ക് ചെയ്ത ഭാഗത്തിലൂടെ വാഹനങ്ങളൊക്കെ ഇറക്കി കഴുകുന്നത് ഇതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് കർശനമായി നമ്മൾ നിരോധിച്ചിരിക്കുന്നു. കാരണം ഇത് ആളുകൾക്ക് വേണ്ടി കുളിക്കാനും കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനും അതുപോലെ നമ്മളെ കന്നുകാലികൾക്ക് പ്രത്യേകമായിട്ട് അവിടെ റാമ്പ് കെട്ടി വെച്ചിട്ടുണ്ട്. ആ സ്ഥലങ്ങളിൽ മാത്രമേ കന്നുകാലികളെ ഇറക്കാനും പാടുള്ളൂ. മറ്റു ഭാഗങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും എല്ലാവർക്കും നീന്താനും കുളിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കുളം പ്രയോജനപ്പെടുത്തിയത്. തീർച്ചയായും എല്ലാവരും ആ രൂപത്തിൽ ഇതിനെ പ്രയോജനപ്പെടുത്തുക. ഇനി ഇവിടെ എന്തെങ്കിലും വേസ്റ്റുകളൊക്കെ പുറത്തിടുകയാണ് കർശനമായി അതിന് നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കുന്നതാണെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് 2018, 19, 20 ആ ടൈമില് കണ്ട കുളമല്ലത്. ഇപ്പൊ വേറായിട്ട് മാലിന്യമായിട്ട് കിടക്കുകയാണ്. ഇവിടെ വരുന്ന ഒരു കവറും സോപ്പിന്റെ കവറും അതും ഇതൊക്കെ ഇട്ട് ഇത് നശിപ്പിക്കുകയാണ്. പിന്നെ ഇത് ഒരു പൊതുശല്യമായി മാറരുത്. ഇവിടുന്ന് ഏത് ഭാഗത്തുനിന്നും കുളിക്കാൻ വരാം, കുളിക്കാൻ പോവാം. ഇവിടെ അയൽവാസികളുടെ വീടുകളും കാര്യങ്ങളുള്ളതാണ്. ഇത് അവർക്കൊരു ശല്യമായി മാറരുത്. വണ്ടി കൊടുത്തിട്ടും വണ്ടി ഇട്ടിട്ടും അവരെ പറമ്പിൽ കയറിയിട്ട് കച്ചറാക്കിയിട്ടും ഇതൊരു പൊതു ശല്യമായിട്ട് മാറരുത്. ഈ പ്രാവശ്യത്തോടു കൂടി ഈ വക ഇതൊക്കെ നിൽക്കണം. നല്ലൊരു പദ്ധതിയായിട്ട് ഇത് മുന്നോട്ട്. അല്ല ഉസ്മാക്ക, നിങ്ങള് ഇതിന്റെ അയൽവാസിയാണ്. മാത്രല്ല ഈ കുളത്തിന് ഇപ്പൊ വാഹനം അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള സൗകര്യം ഒരുക്കുന്നതിലൊക്കെ നിങ്ങൾ വലിയ പങ്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ കുളം താത്തുന്ന 2-2.5 മീറ്റർ നമ്മൾ താത്തിയതാണ്. അതുകൊണ്ടാണ് ഈ കുളക്ക് അത്രയും ഭംഗിയായിട്ട് ഇപ്പൊ നിലനിൽക്കുന്നത്. അപ്പൊ അതിനൊക്കെ വേണ്ടിയുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇനി എന്താണ് നിങ്ങൾ ഈ പൊതുജനങ്ങളോട് പറയാനുള്ളത്? പൊതുജനങ്ങളോട് പറയാനുള്ളത്, കുളം നല്ല പോലെ കാത്തു സൂക്ഷിച്ച് കൊണ്ടുനടക്കണം. അതിൽ വണ്ടി അവിടെ ഇറക്കി ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. വെള്ളം ശുദ്ധിയാക്കി കൊണ്ടുനടക്കാനുള്ളതാണ്. അതിൽ നമ്മള് വായിലും ഗ്രീസോ മറ്റോ മറിച്ചോ ഒന്നും ആക്കിയിട്ട് വെള്ളം നശിപ്പിക്കാൻ പാടില്ല. അപ്പൊ എന്തായാലേ ഈ വാഹനങ്ങൾ കയറ്റുന്നതും അതുപോലെ തന്നെ ഇവിടുത്തെ നിയമവിരുദ്ധമായിട്ട് ഇപ്പൊ പഞ്ചായത്ത് വെക്കുന്ന ഒരു ബോർഡ് വരിഞ്ഞ് പഞ്ചായത്തിന്റെ നിർദ്ദേശം ഇപ്പൊ ഔപചാരികമായിട്ട് മെമ്പർ പറഞ്ഞത്. അപ്പൊ ആ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്ന ആളുകൾക്ക് നേരെ ശക്തമായ ആക്ഷൻ ഉണ്ടാവും. അപ്പൊ അത് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിനർത്ഥം ആരും ബുദ്ധിമുട്ടിക്കുക എന്നല്ല. നിങ്ങൾ ഫാമിലി സഹിതം കുടുംബസമേതം വന്ന് ഇവിടെ ആകുന്ന വിധം ആസ്വദിച്ച് ചാടി കുളിക്കാനൊക്കെ ഉള്ള അതിനൊന്നും നമുക്ക് തടസ്സമില്ല. ഒക്കെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ഇത് പൊതുമുതലാണ്, ഇത് നശിപ്പിക്കരുത്. ഇത് നമ്മുടെ നാടിന് വേണ്ടി കാത്തു സൂക്ഷിക്കണം. അപ്പൊ ഓക്കെ, താങ്ക് യു. നമ്മളെ മെമ്പറെ നേതൃത്വത്തില് ഇവിടെ വേസ്റ്റ് ഇടാനുള്ള ബോക്സ് ഒക്കെ വെച്ചില്ലേ നമ്മളെ തേക്കുളത്തിന്റെ അടുത്ത്. അപ്പൊ ഇനി എന്താണ് ഇപ്പൊ ഇവിടെ കണ്ടമാനം വേസ്റ്റുകൾ ഇപ്പൊ നിങ്ങളെ പോലെയുള്ള കുട്ടികൾ എല്ലാവരും കൂടി കൂടിയിട്ടാണ് എന്ത് ചെയ്തത്, ഇതിത്തെ ചണ്ടികളൊക്കെ വാരി ഒഴിവാക്കി വൃത്തിയാക്കിയത്. ഓർക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ഓരോ കുറച്ച് സമ്മാനങ്ങൾ ഇതൊക്കെ കൊടുക്കാണ്ട്. സമ്മാനം കൊടുക്കണം, നമുക്ക് തീർച്ചയായും കൊടുക്കണം. കാരണം നിങ്ങളെ പോലെ ഈ പ്രായമുള്ള കുട്ടികള്, ചെറിയ കുട്ടികളൊക്കെയാണ് ഇവിടെ ഇതൊക്കെ എടുത്തിരുന്നത്. വൃത്തിയാക്കി ചണ്ടിയൊക്കെ വലിച്ചിട്ട് വൃത്തിയാക്കിയത് അവരൊക്കെയാണ്. അപ്പൊ അവർക്ക് സമ്മാനം തീർച്ചയായിട്ടും കൊടുക്കണം അല്ലേ? അപ്പൊ അതുപോലെ ഇനി അത് മാത്രം പോരാ, ഇനിയും ഇതുപോലെ എന്ത് ചെയ്യും,
ആളുകൾ നശിപ്പോ ഇവിടെ ഒക്കെ വൃത്തിയാക്കി വെച്ച് ആ. ഇനിയിപ്പോ ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് പകരം മാലിന്യം നിക്ഷേപിക്കാൻ വേണ്ടി ഇവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ആ. ഇനി എല്ലാവരും എന്ത് ചെയ്യുക, ആ ബോക്സ് നിക്ഷേപിക്കട്ടെ അല്ലേ. ആ. ഇത് നശിപ്പിക്കരുത്, ആ. ഇത് നമ്മളതും കൂടിയാണെന്ന് മനസ്സിലാക്കുക. ആ. ഇവിടെ കുളിക്കാൻ വരുന്നതിനോ മറ്റുള്ള ആർക്കും ഒരു പ്രശ്നമില്ല, എല്ലാവരും വെൽക്കം ചെയ്യണം. ഉം. പക്ഷെ ഇത് നശിപ്പിക്കാതെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അല്ലേ. ഇത് നമ്മളതാണെന്ന് വിചാരിച്ചണം. അതുകൊണ്ട് സ്വയം മനസ്സിലാക്കുക, ആ. അങ്ങനെ മനസ്സിലാക്കി പ്രവർത്തിക്കുക, ആ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആ. ഓക്കെ.